പറഞ്ഞോളൂ, എന്താ അറിയേണ്ടത്? അറിയാനൊന്നുമില്ല. പിന്നെ ഒരു ജാതകം തയ്യാറാക്കണം, ഒരു പെണ്ണിന്റെ ജാതകം. അതിനാണല്ലോ ഞാനിവിടെ ഇരിക്കുന്നത്. വെറുതെ ഒരു ജാതകം തയ്യാറാക്കിയ പോരാ. മനസ്സിലായില്ല. പറയാം, ഒരു കൃത്രിമ ജാതക ജ്യോത്സ്യര് തയ്യാറാക്കി തരേണ്ടത്. കൃത്രിമ ജാതകം? അതെ. ഈ ജാതകത്തിൽ ഒരു ദോഷം ജ്യോത്സ്യൻ എഴുതി ചേർക്കണം. അതായത് ഈ പെണ്ണിനെ ആര് വിവാഹം കഴിച്ചാലും വിവാഹം കഴിക്കുന്ന ആള് പെട്ടെന്ന് മരിച്ചു പോവും. അതാവണം ദോഷം. ഏയ്, അതൊന്നും ശരിയാവില്ല. ഇങ്ങനത്തെ ദോഷമൊക്കെ എഴുതി ചേർക്കാന്ന് വെച്ചാൽ പോരെങ്കിൽ കുറച്ച് പണം കൂടി തരാം. പക്ഷെ കാര്യം നടക്കണം. ഇതൊക്കെ പുറത്തറിഞ്ഞാൽ ആരറിയുന്നു? നമ്മള് 3 പേരും അല്ലാതെ ഒരു പൂച്ച കുഞ്ഞു പോലും ഇതറിയില്ല. ധൈര്യമായിട്ട് പറഞ്ഞ പടി ജാതകം അങ്ങ് എഴുതിയാട്ടെ. പിടിക്ക് ജ്യോത്സ്യരെ. ജ്യോത്സ്യര് ഇത് പിടിച്ചേ. അല്ല, ആരെ കുഴി ചടിക്കാനാ ഇങ്ങനെ ഒരു ജാതകം? ബന്ധത്തിലുള്ള ആരെങ്കിലും ആണോ പെണ്ണ്? അതൊന്നും ജ്യോത്സ്യര് അറിയണ്ട. പെണ്ണിന്റെ പേരും നാളും ഞാൻ പറഞ്ഞുതരാം. അത് വെച്ച് ജ്യോത്സ്യര് എഴുതിയാ മതി. എന്നാ പിന്നെ അങ്ങനെ തന്നെ നടക്കട്ടെ. പേരും നാളും പറയൂ. പേര് ഗോപിക, നാള് ചോതി. ശരി, എഴുതി തയ്യാറാക്കി വെച്ചാ പോരെ? പോരാ പോരാ, ഇപ്പൊ തന്നെ കിട്ടണം. അതെ, ഇപ്പൊ തന്നെ വേണം. ശരി.